എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. മൈസൂരിലെ അതിമനോഹരമായ ലളിത് മഹൽ പാലസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചു കാണും ഒരു കൊട്ടാരത്തിൽ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങണമെന്ന്. അതെ, നിങ്ങൾക്കായിട്ട് ഒരു അവസരമാണ് മൈസൂരിൽ ഒരുക്കിയിരിക്കുന്നത്. മൈസൂർ നഗരത്തിന് കിഴക്കായി ചാമുണ്ഡി ഹിൽസിന് സമീപമാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. 1921 മഹാരാജാവ് കൃഷ്ണരാജ വോഡിയർ നാലാമൻ ഗവർണർ ജനറലിൻ്റെ താമസത്തിനായി നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. ഉയർന്ന നിലത്ത് പണിത ഈ കൊട്ടാരം ലണ്ടനിലെ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ മാതൃകയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈസൂരിലെ ഗംഭീരമായ നിർമ്മിതികളിലൊന്നാണിത്. ഇതാണ് പാലസിൻ്റെ എൻട്രി. ഇവിടെ 2 രീതിയിലാണ് സന്ദർശകരെ അനുവദിച്ചിരിക്കുന്നത്. ഒന്ന്, നിസ്സാരമായ വിലയിൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് പാലസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കണ്ട് തിരിച്ചു പോരാം. അല്ല എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഈ കൊട്ടാരത്തിൽ താമസിക്കാം. അതിന് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാറുണ്ട്. ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഇവിടെ സെക്യൂരിറ്റിയെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ അകത്തോട്ട് കയറ്റി വിടുന്നതാണ്. കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം പാർക്കിംഗ് ഏരിയ ഒന്നുമല്ല, ഓപ്പൺ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ വിശാലമായി കിടക്കുന്ന എവിടെയും നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. 1974 മുതലാണ് ഇതൊരു ഹെറിറ്റേജ് ഹോട്ടലായി മാറിയത്. ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഇന്ത്യ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ITDC അശോക് ഗ്രൂപ്പിൻ്റെ ഭാഗമായി ഇത് പ്രവർത്തിച്ച് 2018 വരെ ഇത് കർണാടക സർക്കാരിൻ്റെ ഒരു യൂണിറ്റിലേക്ക് മാറി. എന്നിരുന്നാലും കൊട്ടാരത്തിൻ്റെ യഥാർത്ഥ രാജകീയ അന്തരീക്ഷത്തിന് ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. 2 നിലയായിട്ടാണ് ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിനകത്തായി ഒരു വൈസ്രോയ് മുറിയുണ്ട്, ഒരു ബാങ്കറ്റ് ഹാളുണ്ട്, ഒരു ഡാൻസിങ് റൂമുണ്ട്, ഇറ്റാലിയൻ മാർബിൾ സ്റ്റൈലിൽ പണിത ഒരു സ്റ്റെയർ കേസുണ്ട്. ഇതൊന്നും കൂടാതെ ബ്രിട്ടനിലെ വിവിധ കൊട്ടാരങ്ങളിൽ നിന്നുള്ള പകർപ്പുകളാണെന്ന് പറയപ്പെടുന്ന ചെറിയ അലങ്കാര വസ്തുക്കളുമുണ്ട്. 2 മണിക്കാണ് ചെക്ക് ഇൻ ടൈം അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെക്ക് ഇൻ ചെയ്യാവുന്നതുമാണ്. 12 മണിക്കാണ് ചെക്കൗട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇവ 3ഉം അവൈലബിൾ ആയിരിക്കും. ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം വളരെ എളുപ്പം തന്നെയായിരുന്നു. ഞങ്ങളിത് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ്. ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ 3 കാറ്റഗറി ഓഫ് റൂംസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഏകദേശം 4000 മുതൽ 5000 രൂപ വരെയുള്ള സാധാരണ ഒരു റൂം. ഈ സാധാരണ റൂം എന്ന് പറയുന്നത് തന്നെ നമുക്ക് പിന്നീട് കാണാൻ പറ്റും വളരെ വിശാലമായ റൂം തന്നെയാണ്. രണ്ടാമത്തെ പാക്കേജിൽ വരുന്നത് 14,000 രൂപ മുതലുള്ള കുറച്ചുകൂടെ സൗകര്യങ്ങളുള്ള മറ്റൊരു റൂം. ഏറ്റവും കൂടിയത് 22,000 രൂപയുടെ വൈസ്രോയുടെ മുറിയാണ്. താമസിക്കാനല്ലാതെ കൊട്ടാരം മാത്രം കാണാൻ വരുന്നവർക്ക് ഈ ഒരു ഏരിയയിൽ മാത്രമേ സത്യം പറഞ്ഞാൽ പ്രവേശനമുള്ളൂ. അല്ലാതെ പിന്നെ പുറത്ത് ഭംഗി ആസ്വദിക്കാം എന്നതല്ലാതെ ഈ ഒരു ഏരിയ വിട്ട് അവർക്ക് കടന്നു പോകാൻ സാധിക്കുന്നതല്ല. എന്നാൽ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാകുന്നതല്ല. എവിടെയും നമുക്ക് കയറി ചെന്ന് ഭംഗി ആസ്വദിക്കാവുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ടുള്ള യാത്രയായതിനാൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. ഞങ്ങൾ നേരെ മുറിയിലേക്കാണ് ചെന്നത്. കൊട്ടാരത്തെ ഒരു പൈതൃക ഹോട്ടലാക്കി മാറ്റിയതോടെ ആധുനിക സൗകര്യങ്ങൾക്കായിട്ട് ഇൻറ്റീരിയറെല്ലാം അവർ പരിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഡാൻസിങ് ഹാള്, ബാങ്കറ്റ് ഹാളെല്ലാം അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ മുൻകാല രൂപത്തിൽ തന്നെ നിലനിർത്താനായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അന്നത്തെ ബോൾ റൂമാണ് ഇന്നത്തെ ഡൈനിങ് ഹാളായിട്ട്, ഹോട്ടലിലെ ഡൈനിങ് ഹാളായിട്ട് അവർ മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. പാലസിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു റോയൽ ഫീല് നമുക്കത് കിട്ടും. ഇവിടുത്തെ കോറിഡോറും ലൈറ്റുകളും മിനുക്കുപണികളും എല്ലാം ഹോട്ടലിൻ്റെ ഒരു ഗംഭീരതയെ ഉയർത്തിക്കാട്ടുന്നു. ഒരു രാത്രിയെങ്കിലും ഇവിടെ താമസിച്ചാൽ പഴയ മൈസൂരിൻ്റെ രാജവൈഭവം നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. സ്റ്റാഫിൻ്റെ സർവീസ് ആണെങ്കിലും വളരെ നല്ലത് തന്നെയായിരുന്നു. റെസ്റ്റോറൻറ്റ് കൂടാതെ സ്വിമ്മിംഗ് പൂളും ഇവിടെ അവൈലബിൾ ആണ്. അത് പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമായിട്ടാണ്. പാലസിൻ്റെ നിർമ്മാണം കാണുമ്പോൾ നമ്മൾ നേരെ യൂറോപ്പിലെത്തിയെന്ന് തോന്നും. വളരെയധികം ശ്രദ്ധയോടെ നിർമ്മിച്ച അതിൻ്റെ ബാഹ്യഭാഗം, വലിയ ഡോമുകൾ, റോമൻ ശൈലിയിലുള്ള സ്തംഭങ്ങൾ, അതിമനോഹരമായ വാതിലുകൾ. ബ്രിട്ടീഷ് ആധിപത്യമുണ്ടായിരുന്ന കാലത്തെ ആർട്ട് ഡെക്കോ ഡിസൈൻ സ്റ്റൈൽ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഹോട്ടലിൻ്റെ റൂമുകൾ ഇന്നത്തെ ആഡംബര ഹോട്ടലുകളേക്കാൾ വ്യത്യസ്തമാണ്. ഇവിടെ ഓരോ റൂം കാണുമ്പോഴും നമ്മളെ പഴയ രാജവാസത്തിലേക്ക് എത്തിക്കുന്നു. അഴകുള്ള ഫർണിച്ചറുകൾ, വലിയ ബെഡുകൾ, കൈവഴികളില്ലാത്ത പെയിൻറ്റിങ്ങുകൾ, വിൻറ്റേജ് ലാമ്പുകൾ എല്ലാം പഴയതും അതീവ ഭംഗിയുള്ളതുമാണ്.
ഇത് ശരിക്കും ഫോണിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര ഭംഗി തോന്നിയില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. ഞങ്ങളുടെ റൂം മുകളിലത്തെ നിലയിലായിരുന്നു. ഇവിടെ സ്റ്റെയർ കേസ് വഴി കയറാം, അല്ലാതെ പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന പഴയ ടൈപ്പ് നല്ല ഒരു വിൻറ്റേജ് ലിഫ്റ്റ് ഉണ്ട്, അത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്നതെല്ലാമാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഏറ്റവും ചെറിയ പാക്കേജിൽ കിട്ടുന്ന റൂമുകൾ. ഞങ്ങളും ഏറ്റവും ചെറിയ പാക്കേജിലുള്ള റൂം തന്നെയാണ് എടുത്തത്. റൂമുകൾ ഓരോന്നും തികച്ചും ആഡംബരപരമാണ്. പഴയകാല രാജവീടുകൾ പോലെ സജ്ജീകരിച്ചിരിക്കുന്ന ബെഡ്റൂം, ആൻറ്റിക് ഫർണിച്ചറുകൾ എല്ലാം അതിമനോഹരം. ശരിക്കും ആ ഒരു റൂമിലേക്ക് കയറിയപ്പോൾ ആ ഒരു റോയൽ ഫീലിംഗ് നമുക്ക് വളരെയധികം എടുത്ത് കാണാൻ സാധിക്കും. അത്രയും മനോഹരമായിട്ടാണ് അവർ അത് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ഹോട്ടലായതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ചൂടുവെള്ളം, അങ്ങനത്തെ ഹീറ്റർ, ബോഡി വാഷ്, ഷാമ്പു അതെല്ലാം അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെയധികം സൗകര്യങ്ങളുള്ള ഒരു കബോർഡും, ടേബിള്, ചെയർ, അങ്ങനത്തെ എല്ലാ പ്രൊവിഷനും അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും സ്പേഷ്യസ് ആയ ഫർണിച്ചറെല്ലാം ഉള്ള ഒരു ഹോട്ടൽ റൂം ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫുഡാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം. ശരിക്കും അതാണ് ഒരു റോയൽ ഫീല്. ഇനി അതല്ല, താഴേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ റൂമിലേക്ക് അവർ സർവീസ് നടത്തുന്നതാണ്. നമ്മൾ റൂം ബുക്ക് ചെയ്തപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ഉള്ള റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ആ ദൂരെ കാണുന്നതാണ് ചാമുണ്ഡി ഹിൽസ്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എണീറ്റ് നോക്കിയപ്പോൾ ശരിക്കും മയിലിൻ്റെ സൗണ്ട് കേട്ടാണ് ഞങ്ങൾ എണീറ്റത്. മയിലിനെ കാണാൻ സാധിച്ചില്ല, കുറച്ച് ദൂരെയായിരുന്നു, തൊട്ടടുത്ത് കാണാൻ സാധിച്ചില്ല. എന്നാലും മയിലുകളെല്ലാം സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ തന്നെയാണിത്. ഈ ഒരു ബാൽക്കണി ഏരിയയിൽ മാത്രമാണ് ശരിക്കും കുറച്ചൊരു മോശം എന്ന് പറയാൻ പറ്റില്ല. ഈർപ്പം തട്ടി പെയിൻറ്റ് കുറച്ച് ഭാഗത്തൊക്കെ ഇളകിയിട്ടുണ്ട്. അത് പക്ഷെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയതേ ഇല്ല. ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പാലസ് ഫുള്ളായിട്ട് കാണാനായിട്ട് ഇറങ്ങിയത്. ആ സമയത്താണ് നമ്മളുടെ ഫ്രണ്ടിനെയും കൂടി നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു. സാധാരണ ഗസ്റ്റിനെ അകത്തേക്ക് നമ്മളുടെ പെർമിഷൻ മാത്രം വെച്ചിട്ട് അലോ ചെയ്യും, പക്ഷേ റൂമുകളിലേക്കൊന്നും കയറ്റുന്നതല്ല. പാലസിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു ഗാർഡനും ഒരു ഫ്രഞ്ച് സ്റ്റൈൽ ലാൻഡ്സ്കേപ്പും എല്ലാം ഈ ഒരു സ്ഥലത്തെ വേറിട്ടതാക്കി നിർത്തുന്നുണ്ട്. മൈസൂരിൻ്റെ മനോഹാരിതയിൽ ആകർഷകമായി തിളങ്ങി നിൽക്കുന്ന ഒരു രാജവൈഭവം, പച്ചക്കാടുകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വെളുത്ത കാഴ്ച, അതാണ് ലളിത് മഹൽ പാലസ്. ഇത്രയും വിശാലമായ, വളരെ ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ വളരെ ചുരുക്കമായിട്ട് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കാറുള്ളൂ. പുറത്തെ ഗാർഡനെല്ലാം എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പാലസിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങിയത്, സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലേക്ക്. ഇങ്ങോട്ടേക്ക് താമസിക്കുന്നവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പുറം ഭാഗത്തും അവർ ഒരുപാട് പച്ചപ്പും ചെടികളും എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. അതാണ് നമ്മളുടെ സ്വിമ്മിംഗ് പൂള്. ഇതും താമസിക്കുന്നവർക്ക് മാത്രം പ്രവേശനമുള്ളതാണ്. ഞങ്ങൾ പിന്നെ പൂളിലേക്ക് ഇറങ്ങിയില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മയിലുകളെല്ലാം വരാറുണ്ടെന്ന്.
കൊട്ടാരത്തിലെ റിസപ്ഷൻ ഹാളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് ആൻറ്റിക് ഐറ്റംസും പെയിൻറ്റിങ്സും പഴയ രാജാക്കന്മാരുടെ ഫോട്ടോസും അങ്ങനെ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയർ കേസാണ് ഈ കാണുന്നത്. സാധാരണ വരുന്ന സന്ദർശകർക്ക് ഈ സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്ക് കയറാനുള്ള അനുവാദമില്ല. പക്ഷേ താമസിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഉള്ളിലും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. മിനുക്കിയ വെനേഷ്യൻ മാർബിൾ തറകൾ, വിലയേറിയ പരവതാനികൾ, അലങ്കരിച്ച റോസ്വുഡ് ഫർണിച്ചറുകൾ, ഗംഭീരമായ മുകളിലത്തെ നിലയിലേക്ക് കയറുവാൻ ഉള്ള പടിക്കെട്ട് എന്നിവയുള്ള പ്രദർശന വസ്തുക്കളുടെ അകത്തളങ്ങൾ അതിമനോഹരമാണ്. മുകളിലത്തെ ഈ ഒരു ഭാഗം എക്സ്പ്ലോർ ചെയ്യാൻ പിന്നീടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ശരിക്കും മണിച്ചിത്രത്താഴ് നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു ആംബിയൻസ് ആണ് ശരിക്കും ഇവിടെ തോന്നിയത്. ഞങ്ങൾ 3 പേരും കൂടി ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ ആരും ഇതുപോലെ ചെയ്യുന്നത് കണ്ടില്ല. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്തു എന്നതാണ്. കാരണം ഓരോ റൂമിൽ ചെല്ലുമ്പോഴും അവിടുന്ന് ഓരോ ഹോളിൽ ഓരോ റൂമിലൊക്കെ ചെല്ലുമ്പോൾ അവിടുന്ന് അടുത്ത വാതിൽ കാണുന്നു, പിന്നെ അതിലൂടെ നടക്കുന്നു, വേറെ വരാന്ത കാണുന്നു, അങ്ങനെ നടക്കുന്നു. അങ്ങനെ പോയി വേറെ ആരും എത്താത്ത ഏതൊക്കെയോ വഴികളിലൂടെയൊക്കെ ഞങ്ങൾ ചെന്ന് കയറി. ശരിക്കും പാലസിൻ്റെ പുറത്ത് നിന്ന് കാണുമ്പോൾ നടുക്കായിട്ടൊരു ചെറിയൊരു ടെറസ് ഏരിയ പോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് എത്താനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് നടന്ന് ബാക്കി ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അതുകൊണ്ട് സാധിച്ചു. മണിച്ചിത്രത്താഴിലെ നമ്മളുടെ കാർന്നവരില്ലേ, പുള്ളിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കിരൺ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു സോഫയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു റോയൽ ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ വരും. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് നല്ല ബാക്ക്ഗ്രൗണ്ടുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഞങ്ങൾ മറ്റേ ടെറസ് അന്വേഷിച്ച് പോയ ഓരോ വഴികളെന്ന് പറഞ്ഞത്. കാരണം ഇത് ഏത് സ്ഥലം നോക്കിയാലും ഇതുവഴി പോയ ടെറസ് എത്തും, ഇല്ലെങ്കിൽ ഈ വഴി പോയ ടെറസ് എത്തുമെന്ന് നമുക്ക് തോന്നും, പക്ഷേ എവിടെയും എത്തില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഏതോ ഒരു ചെറിയൊരു സ്റ്റെയർ കേസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതിലെ പോയി നോക്കാം. അതിലെ ഒരു മനുഷ്യരും കടക്കുന്നതായിട്ട് കണ്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ 3 പേരും കൂടി അതിലെ നടക്കാൻ തുടങ്ങി. ശരിക്കും ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമയിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഉള്ളിൽ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ നിഗൂഢത നിറഞ്ഞ ഒരു ഫീലിംഗാണ് നമുക്ക് ശരിക്കും അവിടെ കിട്ടിയത്. ഞങ്ങൾ പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തത് ആ ഒരു സ്റ്റെയർ കേസ് എവിടെയെങ്കിലും ചെന്ന് എത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്ങും എത്തിയില്ല. ഒരു അടഞ്ഞ വാതിലോട്ടാണ് ഞങ്ങൾ ചെന്നെത്തിയത്. അതുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ടെറസ് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ടെറസിൽ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ടെറസ്. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് ആ ഗാർഡനും ഒക്കെ കാണുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ശരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇത് ഫോണിൽ എത്രമാത്രം നിങ്ങൾക്ക് ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. പാലസിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു വെളുത്ത കളർമാർ ഗോൾഡൻ ഗ്രീൻ കോമ്പിനേഷനാണ്. അത്രയും മനോഹരമായിട്ട് നമുക്ക് ഇതിവിടെ ആസ്വദിക്കാൻ പറ്റും. ഫ്രണ്ടിൽ നമ്മളുടെ ഗാർഡൻ ഫുള്ളായിട്ട് ആ ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ സെഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ നടന്നത്. ഈ ഒരു ഭാഗത്താണ്, ആ ടെറസിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞ മറ്റേ വൈസ്രോയുടെ മുറി. അത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കാണാൻ ജസ്റ്റ് ഒന്ന് സാധിച്ചേ ഉള്ളൂ, പക്ഷേ അകത്തോട്ട് നമുക്ക് കയറാൻ അനുവാദമില്ലായിരുന്നു. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഞങ്ങൾ വേറൊരു ബാൽക്കണി ഏരിയ പോലെ കണ്ടത്. അത് അവിടെ ഒരു ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ നടന്നു നോക്കി. അപ്പോൾ പക്ഷേ അങ്ങോട്ടേക്കുള്ളൊരു റൂട്ട്, ആ ഒരു വഴി എന്താണെന്ന് ഞങ്ങൾക്ക് സത്യം പറയാൻ മനസ്സിലായില്ല. ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇറങ്ങി നോക്കി.
തുടക്കത്തിൽ കണ്ട നമ്മളുടെ റൂമിലോട്ട് പോയ ആ ഒരു പാത്ത് പോലെ തന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നപ്പോഴാണ് അവിടെ ഒരു ലിഫ്റ്റിൻ്റെ ഒരു വ്യൂ കണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏൻഷ്യൻറ്റ് പഴയ ലിഫ്റ്റ്. ഇത് ഒരു ഗോൾഡൻ കളറും വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് നേരിട്ട് കാണാൻ. ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ അതിൽ കയറി നോക്കാം. ഞങ്ങൾക്ക് കയറാൻ അനുവാദം ഉണ്ടോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ സ്റ്റെപ്പൊക്കെ കയറി പോണേ, ഇതൊക്കെ എൻജോയ് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അതിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത്. പണ്ടത്തെ മോഡൽ, നമ്മളുടെ ഇപ്പോഴത്തെ വലിയ ടച്ച് സ്വിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, പഴയ മോഡൽ ഒരു ലിഫ്റ്റാണ്. അതൊരു നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു റോയൽ ഫീലിംഗ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. പണ്ടത്തെ മോഡൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കാത്ത ടൈപ്പ് ലിഫ്റ്റാണ്. ഇപ്പോൾ മറ്റേ ഓട്ടോമാറ്റിക് ഡോറൊക്കെയാണ്. ഇത് നമ്മൾ കൈ കൊണ്ട് വലിച്ചടയ്ക്കുന്ന ഡോറാണ് ഇവിടെ ഉള്ളത്. ആ ഒരു വേറെ ഫീലിംഗ് ആണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ. ആ ഒരു സോഫയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു റോയൽ ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ സീറ്റൊക്കെ ഉള്ള ഒരു ലിഫ്റ്റ് ഞങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോയായിരുന്നു, ചാമുണ്ഡി ഹിൽസിൽ പോയി. തിരിച്ച് വന്നപ്പോൾ കണ്ട വ്യൂ ആണ് ഇത്. അതായത് പാലസിൻ്റെ നൈറ്റ് വ്യൂ. മൈസൂർ പാലസിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അത്രയുമല്ല അത്, പക്ഷേ മൈസൂർ പാലസ് വേറെ ലെവൽ സംഭവമാണ്. ഇത് പക്ഷേ അതുപോലെ തന്നെ വേറിട്ട് നിൽക്കുന്നൊരു ഡിഫറെൻറ്റ് കാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. നല്ല ഭംഗിയായിരുന്നു ആ ഒരു കളർ കോമ്പിനേഷൻ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നേരെ ഫ്രണ്ടിലെ റോഡിൽ കൂടെ അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെയാണ് കാർ ഓടിച്ച് പിന്നെ നിർത്തി കുറച്ച് നേരം നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ മറ്റൊരു ഐറ്റം വരുന്നത്, ഫുഡ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, ദ സഫയർ റെസ്റ്റോറൻറ്റ് അടിപൊളി. അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീല് തന്നെ ഞങ്ങൾക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മനോഹരമായ ഒരു ഫീലിംഗ് ആയിരുന്നു അത്. ബ്ലൂ കളർ, ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, പിന്നെ ടോപ്പിൽ അതിൻ്റെ ഒരു ഡോം ലൈറ്റ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 3 ഡോം ലൈറ്റ് ഉണ്ടെന്ന്. അതാണിത്. പണ്ടത്തെ ബോൾ റൂമായിരുന്നു, അത് ഒരു ഡൈനിങ് ഹാളാക്കി മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫുഡിനെ പറ്റി ഞാൻ ഗൂഗിൾ റിവ്യൂസ് നോക്കിയപ്പോൾ കണ്ടത് അത്ര പോലെ ആവറേജ് എന്നൊക്കെയാണ് കണ്ടത്. ഞങ്ങൾ പിന്നെ എന്തായാലും പാലസിൽ വന്നതല്ലേ, പാലസിലെ ഫുഡ് തന്നെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. പക്ഷേ ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. എന്തുകൊണ്ടാണ് ഗൂഗിളിൽ അവർ നെഗറ്റീവ് റിവ്യൂസ് ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ചിലർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കാണാൻ എനിക്കറിയില്ല. അത് ഗൂഗിൾ കമൻസിൽ അവർ പറയുന്നത് ഫുഡിൻ്റെ ടേസ്റ്റ് പോരാന്നാണ്. പക്ഷേ ഇവർക്ക് പിന്നെ എന്ത് ഫുഡാണ് വേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞങ്ങൾ കഴിച്ച ഫുഡ് ഏറ്റവും അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ലൈവ് മ്യൂസിക് അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ പൊന്നിക്കുട്ടൻ കുഞ്ഞാവ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും കിരണുണ്ട്, എനിക്ക് ശരീരം ഒന്നിച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കാരണം ആദ്യം ഒരാൾ ഭക്ഷണം കഴിച്ച് മറ്റേ ആൾ കൊച്ചിനെ പിടിക്കുന്ന അങ്ങനെ മാറിയാണ് ചെയ്തത്. അപ്പോൾ ആ സമയം കൊച്ചി ഇടയ്ക്ക് ഒന്ന് കരഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കി. അവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ആരും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കണ്ടില്ല. പക്ഷേ ഇത് ഓപ്പൺ എയർ ആണ്. ഓപ്പൺ എയർ ഫുഡ് ആസ്വദിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയും ട്രൈ ചെയ്യാവുന്നതാണ്. ഫുഡിൻ്റെ റേറ്റും എനിക്ക് തോന്നുന്നത് അഫോർഡബിൾ റേറ്റൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര കോസ്റ്റ്ലി അല്ല, എന്നാൽ തീരെ ചീപ്പല്ലാത്ത രീതിയിൽ അങ്ങനെയായിരുന്നു ഫുഡിൻ്റെ റേറ്റ് വന്നത്. പിന്നെ കിരണ യാത്രയാക്കിയതിന് ശേഷം ഞാൻ മാത്രം ജസ്റ്റ് ഒന്ന് പുറത്ത് വന്ന് പിന്നെ 2-3 ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. കാരണം അത്രയും ഭംഗിയായതുകൊണ്ട് എനിക്ക് പിന്നെയും കാണാനൊരു ആഗ്രഹം തോന്നി, അങ്ങനെ വന്നെടുത്തതാണ്. നമ്മൾ പകൽ വെളിച്ചത്തിൽ കണ്ട റിസപ്ഷൻ ഹാളും സ്റ്റെയർ കേസും എല്ലാം ആ ഒരു നൈറ്റ് വ്യൂവിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഇതാണ് നമ്മൾ കണ്ട കാഴ്ച. നല്ലൊരു വ്യൂ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് മറ്റേ മയിലിൻ്റെയൊക്കെ സൗണ്ട് നമ്മൾ കുറേ കേട്ടു. മയിലിന് ദൂരെയാണ് കാണാൻ പറ്റുന്നത്, നമ്മൾ അതുകൊണ്ട് സൂം ചെയ്തെടുക്കുന്നില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ ബുഫേ മോഡലായിരുന്നു. നമുക്ക് ഇറ്റാലിയൻ ഫുഡും ഇന്ത്യൻ ഫുഡും എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി, എല്ലാം അതിമനോഹരമായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ലളിത് മഹൽ പാലസ് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. പിന്നെ പോയത് കാരാഞ്ചി ലേക്കിലാണ്. മൈസൂരിൽ ഞങ്ങൾ പോയ മറ്റ് സ്ഥലങ്ങളുടെ വീഡിയോസ് എല്ലാം ഞങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം.